ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഞാനിപ്പം കുറച്ചു മുന്നേ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അത് രേണുസുതിയുടെയൊക്കെ ബിഷപ്പ് കുറച്ച് കാര്യങ്ങൾ രേണുസുതിയെ കുറിച്ച് പറയുന്നതാണ്. ശരിക്കും അത് കേട്ടിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ബിഷപ്പ് തിരുമേനിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കണം എന്ന് എനിക്ക് തോന്നി. അതായത് അദ്ദേഹം രേണുസുതിയനെ ശരിക്കും തിരിച്ചറിഞ്ഞേക്കുന്ന നിമിഷങ്ങളാണിത്. അദ്ദേഹത്തിന് എന്തുമാത്രം വേദന ഉണ്ടായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സംസാരം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നത്, അല്ലെ? സാധാരണ രീതിയിൽ അദ്ദേഹം അങ്ങനെ കൺട്രോൾ വിട്ട് പറയാത്ത വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം വളരെ ശക്തമായിട്ട് രേണുസുതിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. രേണുസുതി എല്ലാം സ്ക്രിപ്റ്റഡ് ആണെന്ന് അദ്ദേഹം പറയുന്നു. സ്ക്രിപ്റ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിപ്പെട്ടതെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അദ്ദേഹം പറയുന്നു, രേണുസുതിയെ ഒരിക്കലും തനിക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് മുളയിലെ നുള്ളിക്കളയണം എന്ന വാക്കാണ് നമ്മുടെ ബിഷപ്പ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രേണുസുതി കാണിച്ച ഓരോരോ വൃത്തികേടുകൾ തൻ്റെ ഫാദറുമായിട്ട് വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് ഓരോരുത്തരെ ഇട്ട് നല്ലവണ്ണം റോസ്റ്റ് ചെയ്തു. അവരെ സഹായിച്ച എല്ലാവർക്കിട്ടും നല്ലൊരു പണി രേണുസുതി ഇപ്പോൾ കൊടുത്തേക്കുകയാണ്. ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കുക, നമുക്കിപ്പോ ഒരു സ്ഥലം വാങ്ങിക്കണേ തന്നെ അതിന് എന്തുമാത്രം പേപ്പർ വർക്ക് ഉണ്ടെന്നറിയാം. ചില സ്ഥലമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് നൂലാമാലകളുണ്ട്. അതുപോലെ വീട് പണിയണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിന്റെ സാങ്ഷൻ മേടിക്കണം, വേറെ ഒരുപാട് സാങ്ഷനും കാര്യങ്ങളും എല്ലാം കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഒരു വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. തികച്ചും നമ്മൾ ഒരു വീട് പണിക്ക് ഇറങ്ങി പുറപ്പെടേ, അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ കയ്യിൽ നിന്ന് എന്തുമാത്രം പൈസ ഇറങ്ങി പോകുന്നെന്ന്. നമ്മളെ ഒരു 25 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷം രൂപയുടെ വീട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ വർക്കുകളെ, അതിന്റെ കാര്യങ്ങളെ, അതിന്റെ പുറകെ ഓട്ടം, പിന്നെ അതിന്റെ പിന്നിൽ എന്തുമാത്രം ഒരു വർക്ക് ചെയ്താലാണ് നമുക്കൊരു വീടായി കിട്ടുന്നതെന്ന് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് രേണുസുതിക്ക് ഈ സ്ഥലം ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ടാകാം അവർക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. അവരുടെ ഫാദർ പറയുന്നതെല്ലാം കേട്ടിട്ട് അവരും കൂടെ ഇന്ന് ചിരിക്കുകയാണ്. ഫിറോസിനെയും എല്ലാവരെയും കളിയാക്കിക്കൊണ്ടാണ് അവർ ചിരിക്കുന്നത്. എന്റെ രേണുസുതി ചെയ്തത് ഒട്ടും ശരിയായിട്ടില്ല. ഇത് ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിന് സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബിൽഡേഴ്സിനോട് പറഞ്ഞു, അവരും നിങ്ങൾക്ക് ചെയ്തു തരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ബിഷപ്പിനെ അറിയിക്കാമല്ലോ. ബിഷപ്പിനെ ഒരു ദിവസം നിങ്ങൾക്ക് വിളിച്ചുകൊണ്ട് പോട്ടെ, ഇന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകുമല്ലോ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്തിനുകൊണ്ട് ഇടുന്നു? നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ 100 വട്ടം ആലോചിക്കണം. കാരണം അതിനെതിരെ നമുക്ക് ഒരുപാട് പ്രതികരണങ്ങൾ വരും. നമുക്ക് സപ്പോർട്ടിന് ആൾക്കാർ കാണും, നമുക്ക് സപ്പോർട്ടിന് ഇല്ലാത്തവർ കാണും. അത് അവസാനം അത് കള്ളത്തരമാണോ സത്യമാണോ എന്ന് തിരിച്ചറിയുന്നിടം വരെ അതിന്റെ പിന്നിൽ ഈ ആൾക്കാർ നടക്കും. അതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് സത്യമാണെങ്കിൽ ആ രീതിയിലേക്കും വരും. അതുകൊണ്ട് രേണുസുതി ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും 100 വട്ടം ആലോചിക്കണമായിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ പറയണോ വേണ്ടയോ? കാരണം ഇത് സാധാ നമ്മുടെ ഒരു പേഴ്സണൽ കാര്യമൊന്നുമല്ല. 100,000 ഓരോ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ വന്ന് അതിൻ്റെതായ രീതിയിൽ ഇടപെട്ട് നിങ്ങൾക്ക് ഈ സ്ഥലം തന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഒരു 7 സെന്റ് സ്ഥലം എന്ന് പറയുമ്പോൾ നിസ്സാരമാണെന്നാണ് വിചാരിക്കുന്നത്. എന്റെ രേണുസുതി ഓരോരുത്തർക്ക് കോളനികളിൽ കിടക്കുവാണ്. 2 സെന്റിനും 3 സെന്റിനകത്തും കിടക്കുന്നു, വാടകയ്ക്ക് കിടക്കുന്നു. അതുപോലെ തന്നെ ഈ ഷീറ്റൊക്കെ ഇട്ടിട്ട് വെറും തുണി കൊണ്ട് മറച്ചിട്ട് മഴ പെയ്യുമ്പോൾ വെള്ളം മൊത്തം അകത്തു വന്ന് ആ വീടുകളിൽ പോലും കുഞ്ഞുങ്ങളും അമ്മമാരും ഒക്കെ കിടപ്പുണ്ടേ. അവർക്ക് സ്ഥലമില്ല വീട് വെക്കാൻ, അറിയാവോ? അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ പോയി വളരെയധികം ചോര നീരാക്കി കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് നല്ലൊരു വീട് വെക്കാൻ പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കും നിങ്ങൾ. അവര് തന്നെ, രേണുസുധിയുടെ ഫാദർ തന്നെ പറയുന്ന ഒരു കാര്യം എന്നാണെന്നറിയാവോ? വീടിന് യാതൊരു തരത്തിലുള്ള വീട് പണിതപ്പോൾ അതിന്റെ ഫൗണ്ടേഷൻ, അതിന്റെ ഭിത്തി, അതുപോലെ തന്നെ അതിന്റെ നമ്മുടെ വാർക്ക, ഇവിടെ എങ്ങും ഒരു കുഴപ്പമില്ലെന്ന് അദ്ദേഹം പറയുന്നു. വളരെ നീറ്റായിട്ടാണ് അവിടെ അവര് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് വെള്ളം എവിടുന്നോ ഈ പറഞ്ഞ പോലെ ഗ്ലാസിന്റെ അവിടെ നിന്നാകാം, അല്ലെങ്കിൽ മതിൽ വിണ്ട് കീറുന്നതൊക്കെ എല്ലായിടത്തും ഉള്ള പ്രശ്നമാണ്. ഞങ്ങളുടെ വീട് പണിതിട്ട് ആദ്യം മതിൽ മൊത്തം താഴെ പോയി, രണ്ടാമത് മതിൽ കെട്ടുമായിരുന്നു. അങ്ങനെ ഒരു വീട് പണിത് കഴിയുമ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴുകും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മളത് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. നമ്മളത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ ഓർക്കണം, എന്നെ സഹായിച്ച ഒരുപാട് പേർ ഇതിന്റെ പിന്നിലുണ്ട്. അവർക്ക് നാണക്കേടായിട്ട് വരുന്നാളെ അവരുടെ ബിസിനസ്സിനെ ബാധിക്കും. നിങ്ങൾക്ക് സ്ഥലം തന്ന അച്ഛനെ ബാധിക്കും, വേറെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ബാധിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളൊരു കാര്യം പറയുമ്പോൾ നല്ലവണ്ണം ആലോചിച്ചിട്ട് മാത്രമേ ഇനി സംസാരിക്കാവുള്ളൂ.
അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ഥലത്തിന്റെയും വീടിന്റെയും വാല്യൂ എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ശരി, നിങ്ങളുടെ വീടിന് ചോർച്ച ഉണ്ടാകാം, നിങ്ങളുടെ വീടിന്റെ വാഷ് ബേസിൻ പോയിരിക്കാം, നിങ്ങളുടെ വീടിന് ഫാൻ താഴെ പോകാം. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വാഷ് ബേസിൻ എന്തുകൊണ്ട് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നമ്മൾ വാഷ് ബേസിന്റെ അടുത്തൊന്നും കുട്ടികളെ കൊണ്ട് നിർത്തരുത്. കുട്ടികൾ ചുമ്മാ വാഷ് ബേസിനെ വെച്ച് ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ചിലപ്പോൾ അത് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. വാഷ് ബേസിന്റെ കീഴിലോ വാഷ് ബേസിനകത്ത് ബന്ധപ്പെട്ട ഒരു സ്ഥലത്തും നമ്മൾ കുട്ടികളെ നിർത്താൻ പാടില്ല. കാരണം കുട്ടികൾ ഇപ്പം എന്താ നട്ടും ബോൾട്ടും ഒക്കെ ഇട്ട് നമ്മൾ വാഷ് ബേസിൻ പിടിപ്പിച്ചാലും ചിലപ്പം പിള്ളേരൊക്കെ ചെന്ന് അമുക്കും. മനസ്സിലായോ? ഇച്ചിരി കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോഴേക്കും അവിടെ കളിക്കും. അങ്ങനെയൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. ഒരുപാട് വീടുകളിൽ വാഷ് ബേസിനൊക്കെ പോയതായിട്ട് ഞാനും കേട്ടിട്ടുണ്ട്. പിന്നെ ടേബിൾ ഫാൻ ഒക്കെ വെക്കുമ്പോൾ സാധാരണ നമ്മൾ ശരിക്കും ഫിറ്റ് ചെയ്ത് വെക്കേണ്ടത് വളരെ ആവശ്യം തന്നെയാണ്. പക്ഷെ ആ വെക്കുന്ന സമയത്ത് ആൾക്കാർ ശരിയായിട്ട് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. അതിപ്പോൾ അതിനായിട്ട് ഇച്ചിരി അറിയാവുന്ന ആൾക്കാരെ വെച്ച് ചെയ്യിക്കുക, അതേ നിവൃത്തിയുള്ളൂ. പിന്നെ വെള്ളം ചോരുന്ന പ്രശ്നമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് വീട് വെച്ച് തന്നവർ തന്നെ വന്ന് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? നമുക്ക് ആരുടെയും കടവോ വിലയോ പൈസ ഇല്ലെങ്കിൽ എങ്ങനെ സ്വർണ്ണം പണയം വെച്ചോ എന്തെങ്കിലും വെച്ചോ നമുക്കതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിസ്സാര പ്രശ്നങ്ങളെ നിങ്ങൾ ഇങ്ങനെ വലിയ പ്രശ്നമാക്കി എന്തിനാ നിങ്ങൾ വലിയ നൂലാമാലകളൊക്കെ കൊണ്ടു നടക്കുന്നത്? ഇന്നിപ്പോ ആ ബിഷപ്പ് രേണുസുതിക്കെതിരെ ശക്തമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്തും, ഇനി അദ്ദേഹത്തിന് ആര് കല്ലെറിഞ്ഞാലും അദ്ദേഹത്തിന് പ്രശ്നമില്ല. അദ്ദേഹം പറയാനുള്ളത് മൊത്തം പറഞ്ഞു കഴിഞ്ഞു. രേണുസുതി സ്ക്രിപ്റ്റഡ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും, പ്രേക്ഷകരായ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് പിടികിട്ടി. ഇനിയിപ്പം നിങ്ങൾ ഇങ്ങനത്തെ കള്ളത്തരങ്ങളൊക്കെ പറയുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. ബിഷപ്പ് തിരുമേനി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സുധീര ട്രോഫിയൊക്കെ നിങ്ങൾ ചാക്കിനകത്ത് കെട്ടി കട്ടിനടി കൊണ്ട് വെച്ചില്ലേ? അദ്ദേഹം അന്നേരവും പറയുന്നു എന്താണ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, മൊമെന്റോസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എവിടെങ്കിലും നല്ലൊരു മേശപ്പുറത്ത് അത് അടുക്കി പെറുക്കി വെക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ ഒരാളെ അധിക്ഷേപിക്കുന്ന തുല്യമാണ് നിങ്ങൾ ചാക്കിനകത്ത് കൊണ്ടുപോയി വെച്ചത്. അറിയാവോ? നിങ്ങൾ തന്നെ സുധിച്ചേട്ടനെ നിങ്ങൾ തന്നെയാണ് അപമാനിക്കുന്നതല്ല. അതായത് സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും റെസ്പെക്ട് ചെയ്യത്തുള്ളൂ. അദ്ദേഹത്തെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നതാണ്. അദ്ദേഹം സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ജനങ്ങൾ ഇതെല്ലാം ഇന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കുക. ബിഷപ്പ് തിരുമേനി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് നല്ല മനസ്സിന്റെ ഉടമയായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇത്രയും നാൾ ഒന്നും പറയാതെ ഈ രീതിയിൽ പോയത്. പക്ഷേ അദ്ദേഹത്തിന്റെ കൺട്രോൾ വിട്ടുപോയി. അദ്ദേഹത്തിന് മനസ്സിലായി നിങ്ങളുടെ സ്വഭാവങ്ങൾ മൊത്തം. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇന്ന് ഈ രീതിയിൽ പൊട്ടിത്തെറിച്ചതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. വെറുതെ നിങ്ങൾ അദ്ദേഹത്തെ വിഷമിപ്പിക്കാതെ, നമുക്ക് ഒരു തുണ്ട് ഭൂമി ഇല്ലാതെ നമ്മൾ വിഷമിക്കുമ്പോൾ, നമുക്ക് വീടില്ലാതെ നമ്മൾ വെറും ഒരു ഷെഡിനകത്ത് കിടക്കുമ്പോൾ, ആ സമയം നമ്മൾ ഓർക്കുക നമ്മൾ എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ട്. വാടകയ്ക്ക് പോയി കിടക്കുമ്പോൾ നമുക്കൊരു വീടില്ലാത്തവരുടെ വേദന അറിയാവോ? അവരൊക്കെ ഒരു വീടിന് വേണ്ടി കൊതിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ വീട് വേറൊരാളുടെ കൈ കിട്ടിക്കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ വീട് ചിലപ്പോൾ ഈ രീതിയിലായിരിക്കത്തില്ല. ആ വീടിനെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ വന്ന് ചിലപ്പോൾ അവർ തന്നെ ചെയ്തത് റെഡിയാക്കി എടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ നന്ദികേട് ഒരിക്കലും കാണിക്കരുത്. അത് നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരവും ഏറ്റവും വലിയ തെറ്റുമാണ്. അതാർക്കും അംഗീകരിക്കാൻ ഇനിയും പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആ തിരുമേനി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹം അത്രമാത്രം വേദനയോടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. ശരിക്കും നമ്മളെ സഹായിച്ചവരെ നമ്മൾ എന്നും നന്ദിയോടെ ഓർക്കണം. അവർക്കെതിരെ നമ്മൾ ഒരിക്കലും ഇന്ന് ഫിറോസ് എന്ന് പറഞ്ഞ അവരെ ഇനിയിപ്പോൾ എന്ത് വീട് പണിത് തന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു വീട് പണിത് തന്നിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾ അതിന്റെ ഫൗണ്ടേഷൻ ഉറപ്പാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. അതിന്റെ ഭിത്തി ഇടിഞ്ഞു പോയിട്ടില്ല, അതിന്റെ റൂഫിന് കുഴപ്പമില്ല. ഇച്ചിരി വെള്ളമൊക്കെ എല്ലായിടത്തുനിന്നും ഇച്ചിരി വരും. അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലൊരു സ്ഥലവും വീടും കിട്ടുക എന്ന് പറഞ്ഞാൽ വെറും നിസ്സാര കാര്യമല്ല. നമ്മൾ ഒരിടത്തൊന്ന് മേടിക്കാൻ ചെല്ലട്ടെ, അന്നേരം നമുക്കറിയാം ഇതിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും എല്ലാം. അറിയാവോ? 1 സെന്റ് ഭൂമി നമ്മൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ അതിന്റെ പിന്നിൽ ഹാർഡ് വർക്ക് ചെയ്യണം.